welcome back to my channel. Yes, welcome back. Welcome. ഭയങ്കര ഡ്രസ് ഇട്ടിട്ട് അവന് അപ്പൊ തന്നെ കാരി കയറണം. ഇങ്ങനെ നടന്ന് ഹായ് 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 അപ്പൊ അവന് കാറി കയറാനുള്ള നിർദ്ദിലാണ്. ഗൈസ് നമ്മളിപ്പോ എല്ലാരും ടിപ് ടോപ്പ് ആയിട്ട് റെഡി ആവുന്നത് കണ്ടപ്പോ തന്നെ മനസ്സിലാവും ഞങ്ങൾക്ക് പുറത്താണ് പുറത്തു പോകാനാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോനന്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പൊ അത് പ്രമാണിച്ചിട്ട് വി ഹാവ് ടു ഡു എ ഷോപ്പിംഗ്. അതൊക്കെ വന്നോളൂ, ഷോപ്പൊക്കെ ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് ഭയങ്കര നിർത്തിയാണ് ഇന്നത്തെ ഇഫ്താർ. വി ഹാവ് നോ ഐഡിയ എങ്ങനെയായിരിക്കുമോ. എന്തായാലും നിങ്ങളുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യും. ഇഫ്താർ എന്തായാലും വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ആയിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ ആഗ്രഹം ആദ്യമായി പോയി അല്ലേ പറഞ്ഞപ്പോ സുരു അങ്ങനെ വേണ്ട സുരു എന്താണ് ഓക്കെ പോവാം. അങ്ങനെ നമ്മൾ എത്തി. എത്തി. അപ്പോ ആദ്യം നമ്മൾ സോനുന് ഡ്രസ് പർച്ചേസ് ചെയ്യാൻ പോണ്. സോനുന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. എപ്പോ അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. വണ്ടിയിൽ നിന്ന് പിന്നെ താരിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എണീറ്റു. അപ്പോൾ തന്നെ എണീറ്റു. താരിന്ന് ഇറങ്ങുമ്പോൾ എല്ലാം ലോറിയിൽ നിന്ന് ഇറങ്ങണ പോലെ ആയിരിക്കും. വി മിസ് അവർ കാർ. കുറച്ചുകൂടെ അതിൻ്റെ പനിയൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് കിട്ടും. സോ എന്ത് ഡ്രസ്സാണ് സോനു മേടിക്കണേ? നല്ല വെറൈറ്റി ആയിട്ടുള്ള കിട്ടുമോ നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. പർച്ചേസിങ് ചോദിച്ചങ്ങ
അങ്ങനെ ഞങ്ങള് ഷോപ്പിംഗ് അതെ സക്സസ്ഫുള്ളി ബർത്ത്ഡേ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ബർത്ത്ഡേ ഷോപ്പിംഗ് കിടിലനായിരുന്നു. അടിപൊളിയായിട്ട് ബർത്ത്ഡേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ബർത്ത്ഡേ ഷോപ്പിനേക്കാൾ കൂടുതലായിട്ട് പെണ്ണിന് മാത്രം ചിരിയൊക്കെ നോക്കി അപ്പൊ സർപ്രൈസ് ഒക്കെ കിട്ടിയതിന്റെ ഹാങ് ഓവറിലാണ് കുട്ടി. അപ്പൊ ആ സർപ്രൈസ് വീഡിയോ എന്താന്നല്ലേ ഇതിൽ വിടാനുള്ള അതെന്തായാലും നാളെ രാവിലെ വിടും. സോനുവിന് കൊടുത്ത ബർത്ത്ഡേ സർപ്രൈസ് അതെ 6 മണിയായി എത്തുമ്പോ അതാണ് അതിന്റെ ഒച്ച മതി വാലാക്കിയത്. എന്താ വെച്ചാൽ ഉണ്ടാക്കാൻ ഒന്നും ഇല്ല. 6 മണിക്ക് വന്ന് എന്തിട്ടാക്കാൻ ഇപ്പൊ 6 സംതിങ്ങിന് ബാങ്കാവും. അപ്പൊ ഭാഗ്യത്തിന് ലക്ക് എന്ന് പറയുന്നത് ഇതാണ്. യു ഹാവ് ടു ട്രസ്റ്റ് ഇൻ ലക്ക്. ലക്ക് ഉണ്ട്. എന്തറിയോ, ഇന്നലെ റോഷൻ അവര് എല്ലാം വന്ന് നമ്മള് അടിപൊളിയായിട്ട് വരുന്നാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറച്ച് ബാക്കിയൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. നമുക്ക് നോമ്പർക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ഒത്തിരി ഉണ്ട്. ഇത് ഫ്രിഡ്ജിൽ കണ്ടെയ്നറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ അതിൻ്റെ ഉള്ളിൽ എന്താ ഐറ്റംസ് നമുക്ക് വേണ്ട നോമ്പർക്ക് വേണ്ടിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്നാലും എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? 6 ഈ 6 മണിക്ക് എന്ത് ചെയ്യും പറയൂ സുമി. എവിടെ സുമി അതില് വേറെ ലെവലാണ്. അതെ ഇതുണ്ടല്ലേ സുമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചണൊക്കെ വന്ന് നീറ്റാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ലെവലായിട്ട് ജ്യൂസൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ നമ്മൾ വന്നപ്പോഴത്തേക്കും നമുക്ക് കുടിക്കാനുള്ള ജ്യൂസൊക്കെ റെഡിയാണ്. അടിപൊളി സർബത്ത് സെറ്റാണ്. അപ്പൊ ഇവിടെ ഈ റമദാന്റെ പരിപാടികളൊക്കെ ഓൾറെഡി സുമി നടത്തി. അല്ല സോനു നമ്മുടെ BB ക്രീം ഒക്കെ ഇട്ടിട്ട് ലുക്ക് നോക്കിയാ തിളങ്ങണ അല്ലെന്ന് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്താണെന്നറിയോ, മുമ്പ് മുതലേ ആൾക്കാർ നമ്മുടെ BB ക്രീമിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ആദ്യം സുഹാനത്താനെ വെളുപ്പിച്ച് കാണിക്കി, എന്നിട്ട് ഞങ്ങള് വാങ്ങിക്കാം. സുഹാനത്ത് വെളുത്താൻ ഞങ്ങളും വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോ ആയിരുന്നു. അല്ല ഇപ്പൊ മാഷാ അല്ലാഹ് നല്ല സെയിൽ നടന്നോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അന്ന് ആ കമന്റിട്ട് ആൾക്കാരൊന്നും കാണാനില്ല കേട്ടോ. എല്ലാരും പറന്നുപോയി. അതാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറയില് കുറച്ച് ലൈറ്റ് കുറവാ. അല്ലെ ക്യാമറയില് ലൈറ്റ് ചെറിയ കുറവായിരിക്കും ഗൈസ്. അത് നേരിട്ട് തന്നെ കാണാം ഗൈസ്. ഭയങ്കര നല്ല ചേഞ്ചസ്. അതേപോലെ തന്നെ സുമിയും നല്ല സുമി നല്ല കളർ വെച്ചിട്ടില്ല. അതെ അജിത്താക്കും നല്ല ചേഞ്ചസ് ഉണ്ട്. പിന്നെ പറ മഷി പിന്നെ 2 ദിവസം ഉപയോഗിച്ചിട്ട് പിന്നെ 3 ദിവസം പിന്നെ കൊച്ചു നോക്കണോണ്ടിട്ട് അവള് പിന്നെ അവൻ സമ്മതിക്കല്ല. മഷി എത്ര ദിവസം 2 ദിവസം യൂസ് ചെയ്യാം 2 days അല്ലെ സമ്മതിക്കണില്ല. പക്ഷെ അവൻ സമ്മതിക്കില്ല. അവന് ഓക്കെ അടിപൊളി. അപ്പൊ എനിക്ക് ഇന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള എന്താന്നാ പക്ഷെ ഞാൻ സ്പോട്ടിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്യണേ. നോക്ക് പറയട്ടെ എന്താണ്. അതായത് സോനുവിൽ നിന്ന് നമ്മൾ സർപ്രൈസ് കൊടുത്തിട്ട് വന്നേക്കണേ. കിട്ടില്ല സർപ്രൈസ് ആണ് കൊടുത്തതെന്ന് എല്ലാവർക്കും അറിയാം. അതെ ആ സോനുവിന്റെ ഇഷ്ടങ്ങളൊക്കെ ആ വ്യൂവേഴ്സിനും അത്യാവശ്യം അറിയാം. സോനുവിന് എന്തൊക്കെ ഇഷ്ടമാണ് എന്നൊക്കെ അറിയാം. സോനുവിന് നമ്മള് വെസ്റ്റ് സൈഡിൽ പോയതിനു ശേഷം നമ്മൾ കൊടുത്ത സർപ്രൈസ് എന്താണ്? നിങ്ങൾ ഗസ് ചെയ്യും. അതെ നിങ്ങൾ ഗസ് ചെയ്യും. സോനുവിനെ മനസ്സിലാക്കുന്ന ആൾക്കാര് സോനു എന്ത് സർപ്രൈസ് കൊടുത്താലാണ് സോനു ഭയങ്കര ഹാപ്പി ആണത് എന്നുള്ളത് ഒന്ന് ഗസ് ചെയ്തിട്ട് പറ. അല്ലേ നമുക്ക് നോക്കാം. അതെ ശരിക്കും അറിയാവുന്നവർക്ക് മനസ്സിലാവുള്ളൂ. അല്ല ഞാൻ പറഞ്ഞ അപ്പോഴത്തെ ഇഷ്ടങ്ങള് മാറിക്കൊണ്ടിരിക്കും ഇഷ്ടങ്ങള്. പക്ഷെ ഇപ്പോഴത്തെ ഇഷ്ടം എന്താന്ന് എന്നെ ശരിക്കും വീഡിയോ കണ്ട് മനസ്സിലായവർക്ക് അറിയാൻ പറ്റുള്ളൂ. ഇഷ്ടം നോക്കാം. നമുക്ക് ആരൊക്കെ പറയും നോക്കാം. ശരി ഉത്തരം ആരൊക്കെ പറയും നോക്കാം. ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ സംഭവം. മനസ്സിലായില്ലേ
എന്റെ വ്യൂവേഴ്സിന്റെ ഒരു കമന്റോ അതൊന്നും ഞാൻ കണ്ടായിരുന്നു. കമന്റോ മെസ്സേജ് ഡേറ്റ്സ് ഇടുന്നു പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഡേറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി ടേസ്റ്റി ആക്ച്വലി. നല്ല ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ടിപ്സ് ഒക്കെ ഉണ്ടാവുമ്പോ നിങ്ങൾ പറയണം. ഇന്ന് ഭയങ്കര വിഷപ്പെട്ടു. ഇന്ന് ഫുള്ള് ലുലുമാളൊക്കെ നടന്ന് പിന്നെ ഭയങ്കര വണ്ടിയിൽ പോണ ഇഷ്ടം. ടാറ്റ പോണെന്ന് ഭയങ്കര എക്സൈറ്റഡ് പോകും. പക്ഷെ മോള് കറങ്ങനെ ഷോപ്പൊക്കെ ചെയ്യും. പിന്നെ ഷോപ്പിങ്ങിന് പോകുമ്പോ അവന് നിലത്ത് കിടക്കണം. പിന്നെ അതുകൂടാണ്ട് അവന്റെ കയ്യിൽ കിട്ടണൊക്കെ എടുക്കണം. അപ്പൊ അങ്ങനെയുള്ള കുറെ വർഷം എല്ലാ ആൾക്കാരും ഉമ്മിമാർക്ക് അറിയാൻ പറ്റും. അപ്പൊ വാട്ട് ഐ ഡിഡ് വാസ് ഇവർക്ക് ഡിസ്റ്റർബ് ആവണ്ട, ലൈക്ക് ലെറ്റ് ദം ഷോപ്പ് ഫ്രീലി എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വണ്ടി വന്ന് ഫുഡൊക്കെ കൊടുത്ത് സൈഡും വന്നു എന്റെ കൂടെ. ഹി ഹെൽപ്പ് മീ. പാവ ബൗളൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് പക്ഷെ ഞാൻ പിടിക്കാതെ ഹി അവന്റെ എന്നെ മോനടി എന്നെ പോലെ ഉണ്ടാവുള്ളൂ. പാവണ് എല്ലാവരും ഹെൽപ്പ് ചെയ്യും. ഞാൻ സ്ട്രെസ് ആവുമ്പോ എബു ഇങ്ങനെ കറഞ്ഞോണ്ടിരിക്കുമ്പോ ഭയങ്കര സ്ട്രെസ് ആയി. എന്ത് ചെയ്യണോ ഏത് ചെയ്യണോന്ന് അറിഞ്ഞൂടാ. അപ്പൊ എന്റെ ബാക്കി 2 പിള്ളേരും സ്ട്രെസ് ആണ്. ഭയങ്കര സാഡ് ആണ്. ബിക്കോസ് എനിക്ക് ഇത് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. ഷോപ്പിംഗിലൊന്നും ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സുനു വാസ് ലൈക്ക് ഒന്നിച്ച് കഴിഞ്ഞ എടുക്കെടുക്ക് എന്ന് വെച്ചാൽ പെട്ടെന്ന് എടുക്കെടുക്ക് അങ്ങനെ ചെയ്ത് ഐ വാസ് ലൈക്ക് ഫീലിംഗ് വെരി ബാഡ് അതൊക്കെ കണ്ടിട്ട്. പിന്നെ എനിക്ക് എബുനും ഒന്നും പറയാൻ പറ്റൂല. ഹിസ് വെരി ലിറ്റിൽ റൈറ്റ്. ഹി ഡസൻ നോ എനിത്തിങ്. ഹി ഡസൻ നോ ദ വേൾഡ്. അപ്പൊ അവനും അറിഞ്ഞൂടാ. അവനും ഞാൻ മനസ്സിലാക്കണം. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. നമ്മളവിടെ ദേഷ്യം കാണിച്ചിട്ടോ കുറെ ഇത് വന്നിട്ടോ കാര്യമില്ല. സോ അവനെ ഞാൻ മനസ്സിലാക്കി. ഐ കെയിം ടു ദ കാർ. പിന്നെ കാറിൽ വരുമ്പോൾ ഫുള്ള് കളിയൊക്കെ ആയിരുന്നു. മൊബൈലില് പിള്ളേർ ചിരിക്കണത് നോക്കിയിട്ട് ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു. പിന്നെ ഇവർ ഷോപ്പൊക്കെ ചെയ്ത് വന്ന് ഇവിടെ എത്തുമ്പോ 6 മണിയായി. പറഞ്ഞ മഷീന് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു അല്ലേ? പക്ഷെ അത് നമ്മളന്ന് വ്ളോഗിൽ കാണിച്ചല്ലേ? വെഡിങ് ആനിവേഴ്സറിക്ക് സോനു മഷീന് തന്ന ഗിഫ്റ്റ് അർമാനി എക്സ്ചേഞ്ചിന്റെ വാച്ച് അത് അന്ന് കാണിച്ചല്ലേ? നമ്മൾ സ്പോട്ടിൽ കാണിക്കും. പിന്നെ നെക്സ്റ്റ് ഡേ സോനു ലിപ്സ്റ്റിക് ഓർഡർ ചെയ്തത് ഞാൻ കാണിച്ചു. പക്ഷെ ഞാൻ തന്ന ബാഗ് വരെ നീ ഇതുവരെ കാണിച്ചിട്ടില്ല. ഗൾഫിന്റെ ബാഗ് കാണിച്ച. ഓക്കെ, അപ്പൊ സുമി വെള്ളമൊക്കെ കലക്കി കസേഴ്സ് ഒക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഷമാമാണല്ലേ? ഷമാം മിൽക്ക് ജ്യൂസ്. പിന്നെ തരി കാച്ചത്. മോനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തരി കാച്ചത്. നല്ല മണം വരും. ഞാൻ തുറന്നപ്പോ തന്നെ തരി കാച്ചതിന്റെ മണം. ഫ്രിഡ്ജ് ഓപ്പൺ ആക്കിക്കോളൂ. ബേബിയുടെ ഉമ്മയുടെ ആണ്ടുണ്ട്. 14 രാവിലെ എന്റെ ഉമ്മാന്റെ ആണ്ടാണ്. എല്ലാരും ദുആ ചെയ്യണം. And tomorrow സോനന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് once again സ്പെഷ്യൽ ഇഫ്താർ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അജിത്തൊക്കെ ഉണ്ടാവും ഒരു സ്പെഷ്യൽ ഇഫ്താർ. നല്ല രസമാണ് ഇന്ന് സ്പെഷ്യൽ ഇഫ്താർ പ്രിപ്പയർ ചെയ്യും. ഇന്നലൊക്കെ അടിപൊളിയായിരുന്നു. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് മാംഗ്ലൂരും പോണോന്നുണ്ട്. മമ്മ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. പക്ഷെ നമ്മള് കാറില്ലാത്തതുകൊണ്ട് താറില് പോണത് ചിന്തിക്കാൻ പോകുന്നത്. താറില് ഫാമിലി ആയിട്ട് പോക്ക് പണിയാണ്. അപ്പൊ ടൈം ഇപ്പൊ 6:08 അല്ലേ? 6:08 എങ്ങനെ തിരിച്ചാ മതി വാച്ച് കിട്ടിയ നോക്കട്ടെ. നോക്കട്ടെ. നീ തല തിരിച്ചു പോകലട വ്യാപിച്ച തല തിരിച്ചു കിട്ടിയ എന്നാ വാച്ചോട് ഒച്ചോടോ വാച്ച് വെച്ചോളൂ. കണ്ടു കാണിച്ചു മറന്നു. പിന്നെ നോമ്പുറക്കുള്ള ഐറ്റംസ് പക്ക ഇതാകുമ്പോഴത്തേക്ക് നമ്മുടെ ഐറ്റംസ് ഒന്നും വേസ്റ്റ് ആകുകയില്ല. ഇന്ന് നമുക്ക് അത് കഴിച്ച് തീർക്കാൻ പറ്റും. വേറെ ഒന്നും ഉണ്ടാക്കണ്ടേ? എഗ് ബോണ്ട് ഉണ്ട്. അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചു. അതൊക്കെ കഴിച്ച് ഇന്നത്തോടെ കംപ്ലീറ്റ് പരിപാടി തീർക്കുക. ഫിനിഷ്. അതെ അതെ അതെ. ആക്ച്വലി നിങ്ങൾ പറയണ പോലെ എനിക്ക് ഡിന്നർ വ്ലോഗ് അത് ഇതൊക്കെ ഇടണമെന്നുണ്ട് ഗൈസ്. ഐ നോ യു ലവ് വാച്ചിങ് ആ റംസാൻ സീരീസ്. ബട്ട് ടൈം ഇല്ല എന്ന് പറഞ്ഞാലില്ലേ ഇച്ചിരി പോലെ എക്സ്ട്രാ ടൈം കിട്ടൂല. നല്ല തിരക്കായിരിക്കും. ഈ ഇഫ്താർ കഴിയുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇഫ്താർ കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് വ്ലോഗ് ഇട്ട പിന്നെ ഞാൻ ഫ്രീ ആവും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താന്ന് പറഞ്ഞാൽ എബ്രു ഉണ്ടല്ലോ. അപ്പൊ അവന്റെ കാര്യം അതിന് ഹിസ് നൈറ്റ് ഡിന്നർ, നൈറ്റ് കുളിപ്പിക്കൽ, ഡ്രസ് വാഷിങ്. അവന്റെ ഡ്രസ്സൊന്നും ഞാൻ മെഷീനിൽ ഇടാറില്ല. അപ്പോൾ അതിന്റെ പുറകെ ആയിരിക്കും ഇഫ്താർ കഴിഞ്ഞ്. സോ ഞാനൊന്ന് പ്രോപ്പറായിട്ട് ഇരിക്കുന്നത് ഒരു ഉറങ്ങുന്ന ടൈമിലാണ്. അതും എല്ലാവരും
നോമ്പ് ദിവസങ്ങളിലൊക്കെ എങ്ങനെ അറിയോ, അത്താഴത്തിന് എണീക്കാൻ വേണ്ടിയിട്ട് 10 മണി 9 മണിയാകുമ്പോൾ ഒക്കെ എല്ലാവരും ഡിന്നർ കഴിച്ച് ഉറങ്ങുമല്ലോ. നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, യൂഷ്വലി ഞാൻ കേട്ടിട്ടുള്ള അങ്ങനെ ഒരു 10 മണിയാകുമ്പോൾ ഒക്കെ ഉറങ്ങും. പക്ഷെ നമ്മുടെ വീട്ടിൽ അങ്ങനെയല്ല, നോമ്പായിട്ടും വി സ്ലീപ്പ് അറ്റ് 1, 2 എന്നിട്ട് 4 o'clock നമ്മൾ വീണ്ടും എണീക്കും. അത്താഴത്തിന് എണീക്കാതിരിക്കില്ല, ബിക്കോസ് നമുക്ക് അത്താഴത്തിന് എണീക്കുന്ന ഒരു വൈബ്, അത്താഴം എണ്ണിച്ച് കഴിച്ച് നിസ്കരിച്ചൊക്കെ കിടക്കുന്ന ഒരു വൈബ്. അതുകൊണ്ട് ഇപ്പൊ സ്ലീപ്പ് ഒന്നും പ്രോപ്പർ ആവണില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ റംദാൻ മന്ത് ആയതുകൊണ്ട് വെരി ഹാപ്പി. എന്റെ ഏറ്റവും ഫേവറേറ്റ് മന്ത് ആണ് റംദാൻ. ഇപ്പൊ നമ്മളെ 4th year ആയില്ലേ സ്റ്റാർട്ട് ആയി. ഓക്കെ, അതും ചൂടാവട്ടെ. നമുക്ക് ഇതിനെ വാട്ടർമെലൺ കട്ട് ചെയ്യാം അല്ലേ. വേറെ ഫ്രൂട്ട്സ് ഹാപ്പി ആയിട്ട് ഇല്ല പൊളിക്കില്ല. പറഞ്ഞു ഞാൻ പറയോട്ടെ, സർപ്രൈസ് അങ്ങനെ പറയണ്ട, നാളെ അവർ കണ്ടോളൂ. പിന്നെ അവര് ഗസ് കറക്റ്റ് ആവോ നോക്കട്ടെ, ആരൊക്കെ മനസ്സിലാക്കി. അതെ, ആരൊക്കെ മനസ്സിലാക്കി പറയും നോക്കട്ടെ. ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ പറയൂ. ആരെങ്കിലും ഉണ്ടോ 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 ഉള്ളവർ പറയുക ഞാൻ എന്തായിരിക്കും ഇപ്പോഴത്തെ എന്റെ ട്രെൻഡ് എന്താണെന്ന്. കുമ്മട്ടി ഇല്ലാതെ നടക്കൂല ഒന്നും. ഇത്ര കുമ്മട്ടി ഉണ്ട്, എന്നാലും എനിക്ക് കുറച്ചുകൂടി വേണം. നിങ്ങളൊക്കെ കഴിച്ചോ കുമ്മട്ടി, നല്ലതാണ്. നല്ല വാട്ടർ കണ്ടന്റ് ഉള്ള സാധനമാണ്, കൂടുതൽ വെള്ളം അകത്തോട്ട് പോകണ്ടേ. പക്ഷെ എന്താ നിങ്ങൾ കഴിക്കാത്ത? ഞാൻ കഴിക്കാൻ, എനിക്ക് ആ ടൈമിൽ കടികൾ കഴിക്കാനുള്ള മൂടായിരിക്കും. പക്ഷെ എനിക്ക് ആദ്യം പിന്നെ നോമ്പറന്നിട്ട് പിന്നെ എനിക്ക് ഇത് ജ്യൂസ് എല്ലാം കുടിച്ചേണ്ട് പിന്നെ പോയിരുന്ന് പിന്നെ ചായ കുടിക്കാനുള്ള കൂടെ നിനക്കറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് അല്ലെങ്കിൽ തലവേദന എടുക്കാൻ തുടങ്ങും. ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത്തിരി സമാധാനമാവും. എനിക്ക് വാട്ടർമെലൺ ഇഷ്ടം, നല്ല വാട്ടർ കണ്ടന്റ് ഉള്ളോട്ട് പോകണം. ബഷി ഇത് മധുരമില്ലാത്ത ഏറ്റവും മധുരമില്ല. അതിലല്ലേ ഉണ്ടാവൂല, ഉണ്ടാവില്ലാണ്ടിരിക്കാൻ ചാൻസ്. നോക്കാം. മഷോട് എന്ത് ചെയ്യണേ? മഷ ഇവിടെയൊക്കെ ഓൾറെഡി സുബി ഫുള്ള് ക്ലീൻ ആക്കിട്ടേക്കണം, ഫുള്ള് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതെ, നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോ അങ്ങനെ വേണം. നമ്മളാണെങ്കിൽ അവിടെ പോയാലും സെയിം വരവോ നമ്മൾ നമ്മളെ വീടായിട്ട് കണ്ടിട്ട് ചെയ്യാം. അങ്ങനെ വേണോ? ഫുഡ് കൊടുത്ത പാത്രം വണ്ടിയിൽ കഴുകാൻ പറ്റൂലല്ലോ, അപ്പൊ ഞാനൊരു തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുവന്നായിരുന്നു. ന്യൂ ഇയർ ട്രിപ്പ് കൊണ്ടുപോയില്ലേ ഫസ്റ്റ് വീട് എടുത്തത്? അടിക്കലായിരുന്നു, തുടക്കല്, ഫസ്റ്റ് എടുത്ത റൂം ഭയങ്കര കംഫർട്ടായിരുന്നു. അത്ര മതി. അത് ഏത് സൈഡാണ്? ഫസ്റ്റ് എടുത്ത കാന്തലും ബീച്ചിന്റെ സൈഡ്. അവിടെ കംഫർട്ടായിരുന്നു, നല്ല. അത് നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ സ്വന്തം വീട് പോലെയൊക്കെ രാവിലെ എഴുന്നേറ്റ് അടിച്ച് തുടച്ച് ഫുഡൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി. ഒരു ഈവനിങ് നൈറ്റ് അല്ല, ഡിന്നറൊക്കെ ആയിരിക്കും. പിന്നെ പകലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ നമ്മ ഉണ്ടാക്കി രാത്രി പോയിട്ട് അടിപൊളി ഫുഡൊക്കെ കഴിക്കാം. നല്ല രസമായിരുന്നു. ആ ഗോവ ട്രിപ്പിൽ നല്ലൊരു ഏറ്റവും ബെസ്റ്റ് ഈ കാൻഡൽ ബീച്ചിന്റെ അവിടുത്തെ വീടായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലോ നോക്കണം. അത് ഫ്രോസൺ പെട്ടെന്നാക്കാം. എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഫ്രോസൺ ആയിട്ടുള്ളത്? ഞാൻ മോമോസ് സ്റ്റീം ആക്കണം. നിങ്ങൾ ഫ്രൈ അല്ല ആക്കി, സ്റ്റീം ആക്കരുത്. ഇതല്ല, സ്റ്റീം ആക്കണം, ഫ്രൈ ആക്കരുത്. ഫ്രഞ്ച് ഫ്രൈസ്, സോസേജ് കൊടുക്കണോ? ഇത് വേണോ? ബോൾസ്, ക്രിസ്പി ബോൾസ് വേണോ? അത് നഗറ്റ്സ് ഇന്നലെ എടുത്തല്ലോ. ഇതെടുക്കാം, സ്റ്റീം ആക്കാം. ഇത് ഫ്രൈ ആക്കിയിട്ട് കൊള്ളില്ലായിരുന്നു കേട്ടോ, 1 രൂപയായിരുന്നു. നമുക്ക് സ്റ്റീം ചെയ്ത് നോക്കാം. ഫ്രൈ ആക്കി കല്ല് പോലെ എടുക്കാം, എത്ര മതി. അന്നും അങ്ങനെയായിരുന്നു. ഞാനിത് കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഇന്ന് ഇത് തന്നെ. എല്ലാരും ഇന്നലെ പറഞ്ഞത് ഞാൻ കഴിച്ചില്ലെന്ന്. എനിക്ക് ഇന്ന് തന്നെ എല്ലാരും ഇന്നലെ അതിനെ പറ്റി പറഞ്ഞു. മറിയനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫുള്ള് കഴിച്ച്. ഞാൻ കഴിച്ചിട്ടില്ല. മൂടി വെച്ച് നോക്കി ഞാൻ നോക്കണ എന്തൊക്കെയാ ഉണ്ടാ
ബാക്കിയൊക്കെയാണ് എല്ലാം ക്ലിയർ. ബീഫ് മോമോസിന് വെള്ളം വെച്ചിട്ടുണ്ട്. മോമോസിന് വെള്ളം വെച്ചു കുറച്ച് വെച്ചാൽ മതിയാവും. സോനു ഇത് പെട്ടെന്നാവൂല അല്ലേ? ഈ മോമോസ് എന്ത് ചെയ്യാൻ പറയുക, ഫ്രോസൺ മേടിച്ചത് കുറച്ചു നേരം പുറത്ത് വെക്കണം തണുപ്പ് പോകാൻ. ഇത് നല്ല കല്ലുകളുണ്ട്. കറിയാ മഷ്റൂം കറി ഉണ്ട്. അല്ലാണ്ട് ബീഫ് കറി അങ്ങോട്ട് വെക്ക്. ഐസ് ഇച്ചിരി ഉള്ളു. ഇത്തിരി ഉള്ളു. അപ്പൊ ബീഫ് ഉണ്ടല്ലോ അതെടുത്തിട്ട് അങ്ങോട്ട് കിടിലം കറി അങ്ങോട്ട് വെക്ക്. ഐസ് നോമ്പ് തുറന്നിട്ടല്ലേ അപ്പൊ എല്ലാം ഇന്നത്തേക്കായില്ലേ. അപ്പൊ ഈ നാളത്തെ കാര്യം നോക്കിയാ മതി അല്ലേ. ഞാനതല്ലേ പറഞ്ഞ എനിക്ക് ടെൻഷൻ അടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, എല്ലാം റെഡിയാണ്. ഭയങ്കര ടെൻഷൻ. കൂളായിട്ട് പറയണം. ഈ മനുഷ്യൻ എന്തെങ്കിലും കൂളായിട്ട് പറയണം. ഇതൊക്കെ എന്ത് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ സ്നാക്സും കറീസും ഒക്കെ? എന്ത് ഇന്നലെ വെച്ചത് എല്ലാം ഓക്കെ ആയിരുന്നു. ആ അടിപൊളിയായിരുന്നു. ഇന്നലെയാണ് ശരിക്കും നമ്മള് കൂടുതൽ ക്വാണ്ടിറ്റി വെച്ചത് സാധനങ്ങളൊക്കെ. നമുക്ക് വീട്ടിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നല്ലോ. അത് ബാക്കി വരുന്നതൊക്കെ പിന്നെ സെക്കൻഡറി. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, തിന്നാ അല്ലെങ്കിൽ കൊടുക്കുക. പക്ഷെ നമ്മൾ വീട്ടിലാരെങ്കിലും വിരുന്ന് വരുമ്പോൾ ദേ ഷുഡ് ബി സോ സാറ്റിസ്ഫൈഡ്. അത് എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ ഫാമിലി എല്ലാവരും അങ്ങനെയാണ്. എൻ്റെ മമ്മയുടെ ഫാമിലി ആവട്ടെ, അവരുടെ വീട്ടിലൊക്കെ പോയാൽ ഇങ്ങനെ എനിക്ക് കണ്ട് ഭയങ്കര സ്ട്രെയിനാണ്. അവരുടെ വീട്ടിലൊക്കെ പോയാൽ അങ്ങനെ ആര് വന്നാലും നന്നായിട്ട് സൽക്കരിച്ച് കറക്റ്റ് അല്ലേ, നന്നായിട്ടാണ് സൽക്കരിച്ചിട്ട് വരുന്നത്. സോ അതേ ഇത് നമുക്ക് ഞങ്ങൾ കൊച്ചിക്കാര് വേറെ തന്നെ ഉണ്ട്. അല്ല ഞാൻ പറഞ്ഞ അല്ല അവിടെ പറഞ്ഞാല് ഞാൻ അവിടെ ഇവിടെ കണ്ട വ്യത്യാസം എന്ന് പറഞ്ഞാല് അവിടുത്തെ പെണ്ണുകാടൊക്കെയൊന്നും മാറൂല. അതാ പ്രശ്നം. ഞാൻ കണ്ടതില് അങ്ങനെയാണ്. എന്താ വെച്ചാ ഇവിടെ തന്നെ നമ്മ ആവശ്യത്തിന് ഒരു നേരം, അവിടെ അങ്ങനെ 3 നേരം 3 ഫുഡ് അങ്ങനെ. ഇപ്പൊ രാവിലെ ഒരു കറി എടുത്തതിന് ഉച്ചക്കത്തേക്ക് വേറെ കറി, രാത്രിത്തെ വേറെ കറി, രാത്രിത്തെ വേറെ സംഭവം. ഞാൻ അതാ പറഞ്ഞത്, വ്യത്യാസം ഒന്നുമില്ല. അതാ എന്താണ് കുഴപ്പമുണ്ട്. എന്റെ രണ്ടുപേരും ഉണ്ടാതിരിക്കുന്നത്. ഭയങ്കര മൂകത. ഞാൻ വായ തുറന്ന ആർക്കും സ്പേസ് കിട്ടൂല, അതുകൊണ്ട് ഞാൻ മിണ്ടാതെ. മാംഗ്ലൂരിലാണ് ഉണ്ടാകാൻ അങ്ങനെയാണ്. ഹാപ്പി അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഹസ്ബൻഡ്സ് ഒക്കെ കഴിക്കുന്ന ഇതൊക്കെ പറയുമ്പോ അവര് ഹാപ്പിയാണ്. ലൈക്ക് ഫുൾ ടൈം ജോലിയിൽ അങ്ങനെയൊന്നല്ല. ദേ ലവ് ടു പ്രിപ്പയർ ഫുഡ്സ് ഇങ്ങനെ വെറൈറ്റീസ്. അത് എസ്പെഷ്യലി എന്റെ മമ്മന്റെ വീട്ടില്, ഗ്രാനയുടെ വീട്ടില് എപ്പോഴും വെറൈറ്റി പോവാത്തോണ്ട് എനിക്കുണ്ടോ. പക്ഷെ അവിടെ ചെല്ലുമ്പോ എല്ലാരും ഇങ്ങനെ വെറൈറ്റി ഇങ്ങനെ വരുന്നത്. അവിടുത്തെ പെണ്ണുങ്ങളെല്ലാം ഒരേ ടൈപ്പ്. ഇപ്പൊ മമ്മയുടെ ഒക്കെ ആ സാധനം തന്നെ മമ്മ അങ്ങനെ വളർന്നുകൊണ്ട് മമ്മക്ക് ആ സ്പീഡും ആ ഒരു ടൈപ്പ് തന്നെ കിട്ടിയത്. അത് തന്നെ പശുവിനും കിട്ടിയേക്കണം. ആ ഒരു സ്പീഡും ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കണം. അല്ലെ ടൈമില് 2-3-4 കാര്യം അതല്ലേ പശുവിനെ ഞാൻ കിട്ടിയേക്കുന്നത്. അതറിയായിരുന്നു പണ്ട്. കോംപ്ലിമെന്റ് വന്നപ്പോഴത്തേക്കും വെറുതെ പുച്ഛിച്ച് അതല്ല ഞാൻ പറയണം. മമ്മ സ്ലോ ആകുമ്പോ അതെനിക്ക് ആക്സെപ്റ്റൻസ് ആണല്ലോ. ഞാൻ ചോദിക്കണം, നീ എന്താ പണ്ടത്തെ പോലെ അല്ല. നീ എന്ന് പറയുമ്പോ ഒന്നും വിചാരിക്കണം. ഞാൻ ഇങ്ങനെ പണ്ട് ഭയങ്കര സ്പീഡായിരുന്നു. എനിക്ക് വയസ്സായിട്ട് ഈ പണ്ടത്തെ പോലെ എങ്ങൊന്നും അല്ല. ബിക്കോസ് ഞാൻ അതാണ് സ്റ്റക്ക്. മമ്മ എന്ന് പറയുമ്പോൾ അറ്റ് ടൈം ഒതുക്കൽ വർക്കൽ ക്ലീനിങ് അത് ഇത് എല്ലാം ചെയ്യുന്ന ഒരാള് എന്റെ ഒരു റോട്ടത്തിൽ. ഇപ്പൊ മമ്മക്ക് കുറച്ച് വയ്യാണ്ടായതുകൊണ്ട് പിന്നെ സ്ലോ ആയി, അത്രേ ഉള്ളൂ. ഓക്കെ, ഇന്നത്തേക്ക് ഇത് മതി. നമുക്കിനി ഇഫ്താർ നമ്മൾ കാണാം അല്ലേ? അങ്ങനെ 7ാമത്തെ നോമ്പ് നമ്മൾ തുറക്കാൻ പോകും. ബാങ്കായി
എല്ലാ സോസല്ലേ കട്ട്ലേറ്റ് മീൻ ഗൈസ് ഇത് നമ്മൾ 2 ദിവസത്തെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യേണ്ടി ഇന്നലെ ഞായറാഴ്ച പറഞ്ഞ ഇന്നലെ കൊറിയർ ഉണ്ടാവില്ല അപ്പൊ ഇന്നലത്തെയും ഇന്നത്തെയും പിന്നെ മിനിഞ്ഞാറ്റൊക്കെ ഒരാളുടെയൊക്കെ ബാലൻസ് ഉള്ളതൊക്കെ ഓരോന്നൊക്കെ കയറ്റി വിട്ടതും ഒക്കെയാണ് ഇത് അപ്പൊ എല്ലാം കൂടെ നമ്മളിത് ഇന്ന് നമ്മളിപ്പോ കൊറിയറിന്റെ ആള് എടുക്കാൻ വേണ്ടി പറഞ്ഞ് നിൽക്കണ്ട അതാണ് ഞാനും ഇത് ധൃതി പിടിക്കുന്നത് അവർക്കിപ്പോ എല്ലാം പാക്ക് ചെയ്ത് കൊടുത്തു വിടുന്നതാണ് അപ്പൊ അടുത്ത വിന്നേഴ്സ് കഴിഞ്ഞ് നിങ്ങളും ആയിക്കോട്ടെ അല്ലെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗായ്സ് അൽഹംദുലില്ലാ അങ്ങനെ 7ാമത്തെ നോമ്പ് നമ്മൾ തുറന്ന് അൽഹംദുലില്ലാ ഇപ്പോഴത്തെ പോലെ ഞാൻ ഹാപ്പി അല്ല ഞാനും സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെ കിച്ചണില് രാവിലെ തൊട്ടേ എന്തെങ്കിലും ഉണ്ടാക്കി അതെല്ലാരും കഴിക്കണ കണ്ടിട്ട് വി ഫീൽ സോ ബ്ലെസ്ഡ്. അപ്പൊ എനിവേ ഗോഡ് ഹാസ് ഹിസ് ഓൺ പ്ലാൻ അല്ലേ എല്ലാത്തിനും. അപ്പൊ ഇന്നത്തെ നോമ്പ് തുറ ഇങ്ങനെ ആയിരിക്കണമെന്നായിരിക്കും ഗോഡിന്റെ പ്ലാൻ. സോനുവിന്റെ ബർത്ത്ഡേ കാരണം നമുക്കത് പുറത്തു പോയിട്ട് വേണ്ടതൊക്കെ വാങ്ങിക്കാനും ഷോപ്പ് ചെയ്യാനും എല്ലാത്തിനും ഉണ്ടാവും. പിന്നെ അതാണ് എന്നിട്ട് അപ്പൊ പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഫുഡെല്ലാം ക്ലിയർ ആയി. അപ്പൊ അതും വേസ്റ്റ് ആയിട്ടില്ല. എല്ലാം കഴിച്ച അത്യാവശ്യം വേസ്റ്റ് ആയിട്ടില്ല. പിന്നെ നാളെ നമുക്ക് പൊളിക്കാം ഇൻഷാല്ലാ. നാളെ സോനുവിന്റെ ബർത്ത്ഡേയും അടിപൊളി ഇഫ്താറും അജീത്തായും എല്ലാവരും ഉണ്ടാവും. സൂപ്പർ ആയിരിക്കും. അപ്പോൾ ഗൈസ് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കണേണ്, നിങ്ങൾ ഈ കാണുന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങൾ വിന്നേഴ്സ് ആണെങ്കിൽ വിന്നേഴ്സ് മാത്രമാണ് നിങ്ങളിട്ട അക്കൗണ്ടിൻ്റെ സ്ക്രീൻഷോട്ടും ആ കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങൾ അയക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ ഡ്രസ്സിൻ്റെ സൈസ് ഇത്ര അയക്കേണ്ടത്. ഒരിക്കലും കമൻറ്റ് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റിൻ്റെ ആൻസർ അല്ല നിങ്ങൾ മെയിൽ അയക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പലരും ക്വസ്റ്റിൻ്റെ ആൻസർ മെയിൽ അയക്കേണ്ടത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. വിന്നേഴ്സാണ് ഈ മെയിൽ അയക്കേണ്ടത്. വിന്നേഴ്സ് സ്ക്രീൻഷോട്ടും ഡീറ്റെയിലും മെയിൽ അയക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? നാളെ നമുക്ക് പൊളിക്കാം. ഈ ഒരു കുറവ് സർപ്രൈസ് വീഡിയോ വരും. എന്തായാലും വെയിറ്റ് ചെയ്യും എല്ലാവരും. നാളെ കാണാം. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ.